ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രിസഭാ പ്രവേശനത്തിൽ അമ്പരന്ന് സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കൾ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും ജോർജ് കുര്യൻ പട്ടികയിൽ ഇടം നേടുമെന്ന ഒരു വിവരവും സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്നില്ല. ശോഭാ സുരേന്ദ്രനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചതും സംസ്ഥാന നേതാക്കളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അവസാന നിമിഷം വരെ സുരേഷ് ഗോപിക്കപ്പുറം സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് ആരുടെ പേരും നേതാക്കൾ അറിഞ്ഞതല്ല. സുരേഷ് ഗോപിക്ക് പിന്നാലെ ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് പരിഗണന ലഭിച്ചപ്പോൾ അമ്പരന്ന് പോയത് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വമാണ്. ശനിയാഴ്ച രാത്രിയാണ് ജോർജ് കുര്യനെ കേന്ദ്ര നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാകുമെന്ന വിവരം മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. അതുവരെ ബി.ജെ.പി. സംസ്ഥാന നേതാക്കളാരും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. വി മുരളീധരനെയോ കെ സുരേന്ദ്രനെയോ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കില്ലെന്ന കാര്യം ഉറപ്പായിരുന്നു. പിന്നീട് കേന്ദ്രമന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നത് രാജീവ് ചന്ദ്രശേഖർ മാത്രമായിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിയാണ് സംസ്ഥാന നേതാക്കളെ അമ്പരപ്പിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും വി മുരളീധരനും ദില്ലിയിൽ ഈ സമയം ഉണ്ടായിരുന്നു. വി മുരളീധരൻ പക്ഷക്കാരനാണ് ജോർജ് കുര്യൻ. ജോർജ് കുര്യനൊപ്പം ശോഭാ സുരേന്ദ്രനെയും കേന്ദ്ര നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് വി മുരളീധരൻ വിഭാഗം തടഞ്ഞുവെന്ന ചർച്ചയും ബി.ജെ.പിക്കകത്ത് സജീവമാണ്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രന് മാറേണ്ടി വരുമെന്നാണ് ചില ബി.ജെ.പി. കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ബി.ജെ.പിയിൽ സജീവമായിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.